അമിത്ഷയെ സഭയിൽ കാണുന്നില്ല. ഇതാ അമിത്ഷ എത്തുകയാണ്. കയ്യിൽ FCRA ബില്ലുമുണ്ട്. യാതൊരുവിധ മാറ്റവുമില്ല. അതങ്ങനെ തന്നെ അവതരിപ്പിക്കുമെന്നാണ് അമിത്ഷ പറയുന്നത്. ഈ ഒരു വാർത്ത ചിലർക്കൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാക്കുമല്ലേ? അതെ, അത് മറ്റേ ഈ വിഷമം ഉണ്ടാക്കുന്നത് നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് അകത്തുള്ള കുറേ ആൾക്കാർക്കാണ്. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, കർദിനാള്, പിന്നെ ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, അതുപോലെ പള്ളിയിലെ വികാരികൾ, പിന്നെ കുഴിവെട്ടുകാർ, പിന്നെ കപ്പ്യാരുമാർ, ഇവർക്കൊക്കെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ വരാത്തതിനെ പറ്റി ഇവർക്ക് ചോദ്യം ചെയ്യാൻ ഒരു അധികാരമില്ല. കാരണം ജനങ്ങൾ കുറേ പേരെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയവരുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ എത്താറുണ്ട്. ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ലോക്സഭയിലും രാജ്യസഭയിലും 11 മണിക്ക് സഭ കൂടും. 5 മിനിറ്റിനുള്ളിൽ ബഹളം ഉണ്ടാക്കി സഭ അഡ്ജോൺ ചെയ്ത് പോവും. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടും എന്ന് പറഞ്ഞ് കൂടി, പിന്നെ അത് കഴിഞ്ഞ് അതും അഡ്ജോൺ ചെയ്യിപ്പിക്കും. എന്നാൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. അദ്ദേഹത്തിന് പാർലമെന്റിൽ വന്ന് കുത്തിയിരിക്കണം എന്ന് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇന്ത്യയിലത്തെ ഗൃഹമന്ത്രി, ഹോം മിനിസ്റ്ററാണ്. 28 സംസ്ഥാനങ്ങൾ, അതുപോലെ യൂണിയൻ ടെറിട്ടറികൾ, അവിടത്തേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ മനുഷ്യന് എന്തുമാത്രം വർക്ക് ചെയ്യാനുണ്ടെന്നറിയാമോ? അതിനിടയ്ക്ക് ഇതുപോലുള്ള നിയമങ്ങൾ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട്, ഇതുപോലുള്ള നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യണം. അദ്ദേഹം അവിടെ വന്ന് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ലവർ ഓഫ് പട്ടായ, അതാ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലവർ ഓഫ് പട്ടായ, അദ്ദേഹം ഇതന്നെ കാണൂല. പിന്നെ അദ്ദേഹത്തിന് കുറേ ശിങ്കിടികളുണ്ട്, ഈ കൂടെ നടക്കുന്ന ശിങ്കിടികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസിലേക്ക്, അവരും കാണൂല. ഇയാൾ കാണില്ലെങ്കിൽ പിന്നെ അവരും കാണൂല. കാരണം തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. കാണാത്തതല്ല, അവര് പറയുന്നത് പാർലമെന്റിൽ അദ്ദേഹം എത്തുന്നുണ്ട്, ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പാർലമെന്റിൽ എന്തിനാ ഒളിച്ചിരിക്കണെന്തിനാ? അദ്ദേഹം നല്ല കാര്യം. ഇത് ഈ പറഞ്ഞ പോലെ ഈ വേണുഗോപാലിനൊന്നും ഒരു വിവരമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാൾ എന്തെന്നാ കോൺഗ്രസിൻ്റെ നാഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മറ്റേ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പച്ചക്കറിയും ഇറച്ചിയും കോഴിക്കറിയും മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ജോലിയാണ് അയാൾക്ക് അവിടെ ഉള്ളത്. പിന്നെ അവർ പറയും, ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് അയച്ചേരേട്ടാ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ടൈപ്പ് ചെയ്ത് അയച്ച് ഒപ്പിട്ട് അയക്കണം. അതാണ്. ഇവിടെ വരുമ്പോൾ വലിയ MP, എന്താ മെമ്പർ ഓഫ് പഞ്ചായത്തോ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരു വിവരമില്ല അയാൾക്ക്. യഥാർത്ഥത്തിൽ അതാണുള്ളത്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് വളരെയധികം കെയർഫുള്ളോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ബില്ലാണ്. ഇത് ഓൾറെഡി ഇവിടുത്തെ കത്തോലിക്ക പുരോഹിതന്മാരും ഇവാഞ്ചലിസ്റ്റുകളും എല്ലാം കൂടി ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുകയാണ്. BJP വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം തരണില്ല. എന്താണ് അവരുടെ മതസ്വാതന്ത്ര്യം? മതപരിവർത്തനം, നിർബന്ധപൂർവം മതപരിവർത്തനം നടത്തിക്കലാണ് അവരുടെ മതസ്വാതന്ത്ര്യം. നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും എഴുതിയിട്ടില്ല അത്. ഭരണഘടനയിൽ പറയണേ, നമുക്ക് we have the freedom to practice, we have the freedom to propagate, we have the freedom to എന്താ പറയണേ, pray. നമുക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റുള്ളവൻ്റെ കുടിയിൽ ചെന്ന് കയറിയിട്ട് നീ ഇന്നോട്ട് ക്രിസ്ത്യാനിയാണ്, നീ ഇന്നോട്ട് കത്തോലിക്കനാണ് എന്നൊന്നും പറയാനുള്ള അധികാരം ഒരിടത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. യു ഈൽഡ് an inch and these people take a mile എന്നാ പറയണത്. 1 ഇഞ്ച് നമ്മൾ കീഴടങ്ങി കൊടുത്താൽ അവന്മാർ നമ്മൾ ഒരു മൈൽ ചവിട്ടി താഴ്ത്തും അവർ. മിസോറാമിന്റെ CM പറയുന്നുണ്ടല്ലോ, അമിത്ഷയുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു, സഭകളൊക്കെ ചേർന്ന് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അമിത്ഷാ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇവരുടെ ആവശ്യം ഒന്നെങ്കിൽ FCRA പിൻവലിക്കുക, അല്ലെങ്കിൽ അതിലൊരു സമിതിയൊക്കെ കൊണ്ടുവന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെയാണ് ഞങ്ങളുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നു എന്ന് പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ കേന്ദ്രം പറയുന്നു യാതൊരു മാറ്റവുമില്ല, FCRA എങ്ങനെയാണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് അങ്ങനെ തന്നെയായിരിക്കും. ആരാണ് ഈ ലാൽദുഹോമ, മിസോറാം മുഖ്യമന്ത്രി? അയാൾ അമേരിക്ക പോയി പറഞ്ഞത് അവരൊരു സെപ്പറേറ്റ് രാജ്യമാണെന്നാണ് പറഞ്ഞത്. മിസോറാം ഒരു സെപ്പറേറ്റ് രാജ്യമാണ്, ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാണ്. നമ്മളെ വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. നമ്മളൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കേണ്ട ആവശ്യമാണെന്ന് ഇയാൾ അവിടെ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം പോയി പ്രസംഗിച്ചാണ്. ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും എഴുതിയില്ല, ദേശീയ ചാനലുകളിലെല്ലാം വന്നു അത്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണക്കാക്കുമോ? അയാൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവും, സാർ എന്തെങ്കിലും മാറ്റം വരുത്തണം. എന്നിട്ട് എന്താ പറയുക, മുൻകാല പ്രാബല്യത്തോടു കൂടി എന്താ പറയണ ഇത് നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ അർത്ഥം മുൻകാലത്ത് ഇഷ്ടംപോലെ കാശ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന അർത്ഥം.
വളരെയധികം കാശ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന അർത്ഥം. അതൊന്നും അന്വേഷിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 2024-25 16,200 നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അവർക്ക് 23,000 കോടി രൂപയുടെ സംഭാവന കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. 2024-25 ഈ 2019 തൊട്ട് 2022 വരെ 56,000 കോടി രൂപയുടെ വിദേശ സഹായം കിട്ടിയിട്ടുണ്ട്. അതായത് പ്രതിവർഷം 19,000 കോടി രൂപ ശരാശരി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ആണ് മുഴുവനും. ഈ പൈസ മുഴുവൻ കൊണ്ടുപോകണം എവിടേക്കാണ്? മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടും. പിന്നെ മറ്റേ ബസ്തർ, ഇവിടെ നമ്മുടെ മധ്യപ്രദേശിലെ ബസ്തർ, ഇപ്പോൾ ഇത് ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ തോന്നുന്നു, ബസ്തറിലും ഛത്തീസ്ഗഡിലാണ് തോന്നുന്നു, അവിടെയും അതുപോലെ ഒറീസയിലൊക്കെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കും. അതല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര 1 കിലോ അരിയും കൊടുക്കും. അതിലെ ഗോതമ്പ് മാവ് മൈദ കൊടുക്കും. എന്നിട്ട് മതം പരിവർത്തനം. ഇന്നോട്ട് നിങ്ങളൊക്കെ ദൈവം ക്രിസ്തു ആണ് കേട്ടോ. ആ ശരി, ക്രിസ്തു. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്. ഇവർ ചാരിറ്റീസിന് എന്ത് ചാരിറ്റീസാണ് അവർ നടത്തുന്നത്? ആതിര, ഏതെങ്കിലും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് പാവപ്പെട്ടവന് എന്താ മരുന്ന് സൗജന്യമായിട്ടാണോ തരണേ? ചെന്ന് കയറാൻ നോക്കിയിരിക്കുക, നമ്മൾ കഴുത്ത് അറുത്ത് കൊല്ലും. ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, യൂറിൻസ്, പിന്നെ ECG എല്ലാം കൂടി ഉൾപ്പെടെ ഒരു തവണ പോയിട്ട് വരുമ്പോഴത്തേക്കും 15,000 രൂപയാവും ആശുപത്രിയിൽ പോയിട്ട് വരുമ്പോൾ. ഈ അങ്ങനെയാണെങ്കിൽ അത് ചാരിറ്റി അല്ല, അത് ബിസിനസ്സാണത്. ഈ FCRA ബില്ലിൽ എന്താ പറഞ്ഞിരിക്കണം നോക്കൂ. നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ പണം നിങ്ങൾ കൊണ്ടുവന്നോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അതിന് കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. ആ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് തരണം. കാരണം അവർ തന്നില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് മനസ്സിലാവും ഇത്ര കോടി രൂപ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത് ഇവർക്ക് എന്താ അത് പറയാത്ര മടി എന്താ? അതുപോലെ ഗവൺമെൻറ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ? ഞങ്ങൾ ഈ NGOയുടെ അതല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ലൈസൻസ് പുതുക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പള്ളികളും ഞങ്ങളുടെ ദേവാലയങ്ങളും അനാഥാലയങ്ങളും സെമിനാരികളും എല്ലാം പിടിച്ചെടുക്കും. ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ദർ ഇസ് ആൻ അതോറിറ്റി, ആൻ ഒഫീഷ്യൽ. ആ ഒഫീഷ്യൽ ഇവരുടെ രജിസ്ട്രേഷൻ എല്ലാ വർഷവും പരിശോധിക്കും. രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടികൾ, ഔദ്യോഗിക നടപടികൾ, അത് രജിസ്റ്റർ ചെയ്യുന്നത് വരെ ഇതിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് ഇവർ ഉദ്യോഗസ്ഥൻ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക. അത് മറ്റ് ഫണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യും. ഇവർക്ക് എന്താ ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇത്ര ഇതെന്താ പിച്ച തണ്ടനല്ലേ പോയിട്ട് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടും അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, സ്വീഡനിൽ നിന്ന്, നോർവേയിൽ നിന്ന്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ കോടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഡോളർ കണക്കിന്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പ് കൊണ്ടുവന്ന് തുടങ്ങിയതാണ്. അന്നൊക്കെ ഒരു ലിമിറ്റില്ലാണ്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇയാൾക്കൊരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാക്കണം നോർത്ത് ഈസ്റ്റിൽ എന്ന വലിയ എല്ലാവർക്കും നമ്മളുടെ ആഗ്രഹം. അതാണ് അയാൾ അമേരിക്കയിൽ പോയി പറഞ്ഞത്. അവിടെ ഫണ്ട് പിരിക്കാൻ വേണ്ടി പോയതാ അയാൾ. മനസ്സിലായില്ലേ? അപ്പോൾ നേരിട്ട് അതിന് ഫണ്ട് പിരിക്കാൻ അയാൾ പോകണമെന്ന് വെച്ചാൽ അയാൾ അവിടെയുള്ള മിസോറാം പൗരന്മാരെയൊക്കെ കണ്ട് നേരിട്ട് പറയണതും ഇവിടുന്ന് എഴുത്തു കൊടുത്തു വിടണം തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ദുബായിലൊക്കെ പോയിട്ട് ഫണ്ട് പിരിക്കാൻ പോകുമല്ലോ, കൂടുതൽ പൈസ കിട്ടും അവർക്ക്. അത് കാരണം ഇപ്പം ഈ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അമേരിക്കയ്ക്കും ലണ്ടനിലേക്കും പിരിക്കാൻ പോകണതാണ് അവിടെയുള്ള മലയാളികളുടെ അടുത്തുനിന്ന്. കമ്മ്യൂണിസ്റ്റുകാരാണ് മലയാളികളുടെ അടുത്തുനിന്ന് പൈസ പിരിക്കും. പള്ളിയിൽ അച്ഛന്മാരാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ അടുത്തുനിന്ന് പിരിക്കും. അവിടെയൊക്കെ അവരുടെ യൂണിറ്റുകളുണ്ട്. അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന മതപരിവർത്തനത്തിന് ഉപയോഗിക്കാനായിട്ടാണ്. ഇവരുടെ ധാരണ ഇവർ ചെയ്യണ ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട. പൂച്ച പാല് കുടിക്കുന്ന സ്വഭാവമാണ് ഇവർക്ക്. അവരുടെ ആ ചിരി കണ്ടാൽ മതി. ഒരുമാതിരി മുച്ചിരിയാണ് അവരുടെ ചിരി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ സാധിക്കും, ഹിന്ദുക്കളെ പറ്റിക്കാൻ സാധിക്കും എന്നുള്ള ധാരണയിലാണ്. അതല്ലാതെ ഈ ബില്ല് പാസ്സാവും. ഇതേ ഗവൺമെൻറ് ഏത് രീതിയിലാണോ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് പാസ്സാവും. ഇപ്പം ഇന്നലെ തമിഴ്നാട്ടിലൊരു ഫെനാറ്റിക് ഉണ്ട്, ഒരു ക്രിസ്ത്യൻ ഫെനാറ്റിക്. അയാളുടെ പേര് P. വിൽസൺ എന്നാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലോ എന്താണ്ടൊക്കെ ആയിരുന്നു. അവിടെ ഭയങ്കര ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റാണ്. ഐ ഹാവ് സീൻ ഹിം മെനി ടൈംസ്. അയാൾ പോയി പറഞ്ഞിട്ടുണ്ട്, കുറേ പള്ളിയിൽ അച്ഛന്മാരെയും കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട്, എന്ത് ബില്ല് ഇപ്പടിയൊന്നും വരക്കൂടാതെ അതായതാന്നൊക്കെ. ആ ശരി 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 വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് എന്ത് പ്രതിഷേധം? അടി കൊടുക്കും. നല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അവന്മാർക്ക് അടി കിട്ടും. ഇതിനു വേണ്ടി പണ്ട് പ്രതിഷേധിച്ചിട്ടാണ് മത സ്വാതന്ത്ര്യ ബില്ല് കൊണ്ടുവന്നപ്പോഴാണ്
തെരീസയില്ലേ കൽക്കത്തയിലെ, അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയതിൻ്റെ ഫലമായിട്ട് അന്ന് ഗവൺമെൻറ് ധൈര്യമായിട്ടൊരു നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് മൊറാർജി ദേശായി ഗവൺമെൻറ്റിന് രാജിവെക്കേണ്ടി വന്നത്. അവർ MP-മാരെയൊക്കെ വിലയ്ക്ക് മേടിച്ചു. അവർ ഈ പറയുന്ന ജോർജ് ഫെർണാണ്ടസ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവ്, അയാൾ വരെ മതസ്വാതന്ത്ര്യ ബില്ലിനെതിരായിരുന്നു. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ ഇത് കിട്ടണ്ടേ, അതൊന്നും ഇല്ലാണ്ട് ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. എന്നിട്ട് അയാൾ രാജിവെച്ച് പോയി. അയാൾ മന്ത്രിയായത് RSSൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഈ RSSനെ കുറ്റം പറയുന്ന ജോർജ് ഫെർണാണ്ടസ് 1977 മന്ത്രിയായി, RSSൻ്റെ ശുപാർശ കാരണം. അതിനുശേഷം അയാൾ മന്ത്രിയാണ് 1989 BP സിംഗിൻ്റെ കൂടെയാണ്. അതിനുശേഷം അയാൾ മന്ത്രിയാണ് 1998 വാജ്പേയിയുടെ കൂടെയാണ്. വേറെ ഒരു മനുഷ്യനെ അയാളെ അടുപ്പിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരും അടുപ്പിക്കില്ല, മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും അടുപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ വിദേശ കോൺട്രിബ്യൂഷൻ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അത് ഈ രൂപത്തിൽ തന്നെ ശക്തമായ ഇതോടുകൂടി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്കിപ്പോഴും എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. ഞാനൊരു പത്രത്തിന് എഴുതിയിട്ട് എനിക്ക് $100 അയച്ചു തന്നു. ജസ്റ്റ് ഇമാജിൻ, $100 ഒരു വിദേശത്തുള്ളൊരു പത്രത്തിൽ ഒരു ചെറിയ ലേഖനം അവർ പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് എനിക്ക് $100 അയച്ചു തന്നു. ആ $100 തടഞ്ഞു വെച്ചു കൊടുത്ത് ബാങ്കുകാർ. നിങ്ങൾ അങ്ങനെ $100 നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ലല്ലോ, ഇതെങ്ങനെ വന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന പത്രം പറഞ്ഞിട്ട് ആണ് അയച്ചത്. ആ പത്രത്തിൻ്റെ എഡിറ്ററുടെ എഴുത്ത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇവിടെ നിന്ന് മെയിൽ അയച്ചു, അദ്ദേഹം എഴുത്തയച്ചു. അങ്ങനെയാണ് വെറും $100. അതിൽ $100. സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ സിംഗപ്പൂരിൽ പോകുമ്പോൾ ഞാൻ $100 സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞ പോലെ $100 വേണ്ടിയിട്ട് ഇവന്മാർ ഇത്ര നമ്മളെപ്പോലുള്ള വെറും പാവപ്പെട്ടവരായ ആൾക്കാർ പേ ചെയ്യണമെങ്കിൽ പിന്നെ ഈ പള്ളിയിൽ അച്ഛന്മാർ കള്ളന്മാർ ബെൻസ് കാറിലും BMW യാത്രയാണ്. 3 നേരം കോഴിയും ആടും പട്ടിയും പൂച്ചയൊക്കെ തിന്ന് ഇങ്ങനെ സുഖിച്ച് താമസിക്കുക, കുളിക്കുകയില്ല, ഒന്നുമില്ലാത്ത അശ്രീകരങ്ങൾ. അപ്പം എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇതുപോലുള്ള നിയമം ഇല്ലെങ്കിൽ ഈ രാജ്യം അവന്മാർ വെട്ടി തുണ്ടമാക്കും അവന്മാർ. അല്ല, അമിത്ഷാ എന്തായാലും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ല. കാത്തിരുന്ന ആളുകൾക്കൊക്കെ അമിത്ഷായെ കാണാനും പറ്റും. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള മറുപടികളോടുകൂടി തന്നെ FCRA ബിൽ പാസ്സാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, പ്രതിപക്ഷത്തുള്ളവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ ബഫൂണുണ്ട്, ലവർ ഓഫ് പട്ടായ. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് പട്ടായയുടെ ശിങ്കിടി ഒരുത്തനുണ്ട്, ആസ്മാദിയായിട്ട് ഒരുത്തൻ കൂടെ നടക്കുന്നുണ്ട്. അവൻ അതിലും വലിയ വിഡ്ഢി, ബഫൂൺ. ഹീസ് എ ബഫൂൺ, പൊളിറ്റിക്കൽ ബഫൂൺ. കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക അയാൾ. അതുപോലെ വേറൊരുത്തനുണ്ട്, എൻ്റെ സിനിമാ നടൻ വരെ അയാൾ ഒന്നും പച്ച പിടിച്ചില്ല. അപ്പോൾ അയാൾക്ക് ഏപ്രിലെങ്ങാണ്ട് അയാളുടെ ടേം തീരും. അതിന് മുമ്പ് അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം, മെമ്പർഷിപ്പ് പുതുക്കണം, രാജ്യസഭയിലേക്ക് വീണ്ടും നോമിനേഷൻ കിട്ടണം. ലോക്സഭയിലേക്കൊന്നും മത്സരിക്കില്ല അയാൾ, നിയമസഭയിലേക്ക് 8 തട്ടി പൊട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ, പൊതുജന ശ്രദ്ധയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.